ഇന്ന് ഇന്നെൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഈ ജനിച്ചപ്പോഴുള്ള കുട്ടികൾ കരയുന്നത് എന്തുകൊണ്ടാണ്? ചില കുട്ടികൾ കരയില്ല, ഇതെന്തുകൊണ്ടാണ്? പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് നോക്കി, ഇവിടെ നിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. ജനിച്ച് വീഴുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, എന്തുകൊണ്ടാണ്? ചില കുട്ടികൾ കരയെടുക്കൊന്നുമില്ല കേട്ടോ. ചില കുട്ടികൾ നല്ല കരയുകയില്ല, ചിരിക്കുകയില്ല, നോർമൽ സ്റ്റേജിലോട്ടൊക്കെ നിൽക്കും. ചില കുട്ടികൾ കരഞ്ഞിങ്ങനെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് നമുക്കറിയോ? ആ കുട്ടി കരഞ്ഞ് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ആ കുട്ടി ആദ്യമുള്ള പേരൻസിനെയും മാതാപിതാക്കളെയും അവൻ്റെ കൂടപ്പിറപ്പുകളെയും അവൻ്റെ കുടുംബക്കാരെയും എല്ലാം വിട്ട് അവൻ ഇന്നൊരു പുതിയ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ അവിടെ ഒന്നും തിരിയുന്നില്ല. അവൻ അവിടെ ആരാ, എന്താ, ഏതാ, ഒന്നും അവന് മനസ്സിലാകുന്നില്ല. അവൻ കാണുന്നത് പുതിയ ലോകമാണ്. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോൾ ഈ സ്റ്റേജിലല്ല, ഏതെങ്കിലും അറിയാത്ത ഭാഷയും എല്ലാം സ്ഥലത്ത് നിങ്ങളിപ്പം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളത്തിന് വരെ ചോദിക്കാൻ അറിയാത്ത സിറ്റുവേഷനാണ്. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങളവിടെ ഇരുന്ന് അലറിക്കരിയെന്ന് വെച്ചാൽ അലറിക്കരിയും. ഒരു നേരത്തെ വെള്ളം തരുമോ, ആഹാരം തരുമോ എന്ന് വെച്ചാൽ കരയും. അതേ സിറ്റുവേഷനാണ് ഇന്നിവിടെ ഉണ്ടായത്. കാരണം വെച്ചാൽ കുട്ടി ജനിച്ച് വീണ സ്ഥലത്ത് അവന് പരിചയമുള്ള ആരുമില്ല, അവന് പരിചയമുള്ള ഒരാളുമില്ല. അവിടെ കണ്ണു തുറന്നാൽ കാണുന്നത് ഇതുവരെ കാണാത്ത മുഖങ്ങൾ. പക്ഷെ ആ സമയത്ത് അവിടെയോ, അവരെ വീട്ടിലോ, അവരെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഒരുപാട് ലഡു വാങ്ങിച്ചു വരുന്നത്, എൻ്റെ ഭാര്യ പ്രസവിച്ച് കുട്ടിയാണ് അല്ല പെണ്ണ എന്നിട്ട് എല്ലാവർക്കും മുട്ടായി വിതരണം എല്ലാം കൊടുക്കുന്നത്. ഒരു സൈഡ് ഹാപ്പി, ഒരു സൈഡ് എന്താ പറയുക, ആ കുട്ടിയുടെ കരച്ചിൽ. ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കുട്ടി ജനിച്ച ഒരു നാളെന്തായാലും മരിക്കും. അപ്പോൾ ഞാനായാലും മരിക്കും, ആരായാലും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് നമ്മളൊരു നാളൊരു ദിവസം മരിക്കുന്നുണ്ടെങ്കിൽ ആ മരിക്കുന്ന സ്പോട്ടിൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് അതിഥിയായി എത്തും. അതാണ് പ്രസവം. മനസ്സിലായോ? ഞാൻ ഇന്ന് മരിക്കുന്നതാണെങ്കിൽ ആ സ്പോട്ടിൽ എൻ്റെ ശ്വാസം ഇവിടെ നിലക്കുന്ന സമയത്ത് ആ ജീവൻ വേറെ ഏതെങ്കിലും വീട്ടിലോട്ടേക്ക് പോയി അവിടെ ഒരു പുനർജനനമായി മാറും, പുതിയൊരു വ്യക്തിയായി അവിടെ മാറും. അപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് മരണപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, എൻ്റെ കുട്ടികൾ, അച്ഛൻ, അമ്മ ഇവരെയെല്ലാം വിട്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ഈ വീട്ടിലുള്ളവർക്ക് ഒരുപാട് സങ്കടവും വിഷമവും എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ആ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുമോ ആ വിഷമത്തിൻ്റെ തീവ്രതയാണ് ഞാൻ പോയി വേറൊരു വീട്ടിലേക്ക് പുതിയൊരു അതിഥിയായി ജനനമെടുക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? മനുഷ്യന് മരണമില്ല. അതേപോലത്തെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തികൾക്കും മരണമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് കരയുന്നത്? പിറന്നു വീഴുന്ന കുട്ടികൾ കരയുന്നതിന് കാരണം ഇന്ന് ഞാനിവിടുന്ന് മരണപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കണം. എനിക്കിവിടുന്ന് സന്തോഷവും സമാധാനം കെയറും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് മരണപ്പെട്ട് വേറൊരു വീട്ടിലേക്ക് പോയിട്ട് അതിഥിയായി അവിടെ ഒരു പുനർജീവനായി മാറുകയാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ വ്യക്തികൾ, കുട്ടികൾ, ഭാര്യ, അമ്മ, അച്ഛൻ ഇവരെയൊന്നും വീട്ടിനൊക്കെ പോകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ കാലം ഒരു നാൾ നമ്മളെല്ലാത്തിൽ നിന്ന് വേർപെടുത്തും. ആ വേർപെടുത്തിയ സമയത്ത് വേർപെടുത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ വേദന, സ്നേഹം മുറിഞ്ഞു പോയ വേദന, ഇനി ഈ പഴയ ആൾക്കാരെ കാണാൻ പറ്റാത്ത വേദന, ഈ വേദനയിലൂടെ ഞാൻ പോയി
പുതിയൊരു വീട്ടിലോട്ട് പോയി അവിടെ ഒരു പുനർജീവനായി മാറുകയാണ്. ആ സമയത്ത് അവരുടെ വീട്ടിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് കാണാൻ വരും. അവിടുത്തെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മയാണെങ്കിൽ ഒരു നേരം ഒന്ന് കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അച്ഛനും ചെറിയ മക്കളെല്ലാം പോയിട്ട് അവിടെ ആഘോഷങ്ങളായിരിക്കും. ആ സമയത്ത് അവിടെ ആഘോഷം. മറിച്ച് ഈ വീട്ടിൽ എന്താ സംഭവിച്ചത്? മരണം. ഈ മരണപ്പെട്ട വ്യക്തിയാണ് ആ വീട്ടിലോട്ടേക്ക് പോയിട്ട് പുനർജീവിതമായി മാറിയത്. അതുകൊണ്ടാണ് ജനിക്കുന്ന കുട്ടികൾ കരയുന്നത്. ഇവിടുന്ന് മരണപ്പെട്ട് വേറെ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് എത്രത്തോളം സ്നേഹവും സമാധാനവും കിട്ടിയോ, ആ സമാധാനം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേറെ വീട്ടിലോട്ടേക്ക് പോയി പുനർജനിക്കുന്നത്. അപ്പം അവിടെ ഒരുപാട് സന്തോഷം, ഇവിടെ ദുഃഖം. ചില കുട്ടികളെ കാണാം, ജനിച്ചു വീണ് കഴിഞ്ഞാൽ കരച്ചിലും ഉണ്ടാവില്ല, ചിരിക്കലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? പഴയ വീട്ടിൽ നിന്ന് അവന് കെയർ കിട്ടിയിട്ടുണ്ടാവില്ല, സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നും അടിച്ചേൽപ്പിക്കുകയും കുറ്റം പറയുകയും ഒരുപാട് പ്രശ്നങ്ങളുടെ അടുത്ത് നിന്ന് അവൻ നരകയാതന അനുഭവിച്ച വ്യക്തിയായിരിക്കും. അവൻ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് വിട്ട് അവനെ പരിചരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് എത്തിപ്പെടാനാണ് അവൻ ആഗ്രഹിക്കുക. ഇവിടെ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സങ്കടം, ചിലപ്പോൾ കാണിക്കുകയും ചെയ്യായിരിക്കും, സങ്കടം ഉണ്ടാവും. പക്ഷേങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അവനിവിടുന്ന് മരണപ്പെട്ട് അവൻ രക്ഷപ്പെട്ട് വേറെ കുടുംബത്തിലേക്ക് കയറി. അവൻ അവിടെ പുതിയ ആളെയെല്ലാം കാണുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ എന്തായാലും ആദ്യത്തെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരുപാട് വേദനകളാണ് എനിക്ക് തന്നത്. ഇനി ഇവിടെയെങ്കിലും എങ്ങനെയാണെന്ന് നോക്കാം എന്ന് വാർത്ത വരും. അവൻ അന്താളിച്ചിരിക്കും, കരയൂല, ചിരിക്കൂല, ഒന്നും ഉണ്ടാവില്ല. അവിടുത്തെ ആൾക്കാർ കുട്ടി പറഞ്ഞല്ലേ സന്തോഷം കൊണ്ട് എല്ലാവർക്കും മുട്ടായി, ലഡു. ചില സമയത്ത് അവന് ഇവിടുന്ന് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ ലാളനയും പരിചരണവും എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവന് ഒരു തുള്ളി കണ്ണുനീര് വരാണ്ടിരുന്നത്. മനസ്സിലായോ? ഇതാണ് സംഭവം. ജനിക്കുന്ന കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി ആദ്യം നിന്ന വീട്ടിൽ നിന്ന് മാറി പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയാണ് ആ കുട്ടി അനുഭവപ്പെടുന്നത്. ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട വ്യക്തി നേരെ പോയിട്ട് ഏതെങ്കിലും വീട്ടിലേക്ക് പുനർജനിക്കും. അതാണ് സംഭവം. ഓക്കെ, പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.